ഹലോ, വെൽക്കം ടു മാഗ്നിഫിക്ക. നിങ്ങളിന്ന് തമ്പനെയിലിൽ കണ്ടപ്പോൾ എന്താണ് നിർത്തണമെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ, ഞാനിതിന് മുമ്പ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള 2 വീഡിയോസ് ഇട്ടിരുന്നു. ഒന്ന് റീസെല്ലിങ്ങിനെ കുറിച്ചിട്ടും പിന്നെ ഒന്ന് വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ട് ബിസിനസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടുമായിരുന്നു ആ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ അതിൽ റീസെല്ലിംഗ് വീഡിയോ ഇട്ട ശേഷം കുറേ പേര് ജോയിൻ ചെയ്തു കേട്ടോ. കുറേ പേര് ആദ്യമായിട്ട് ജോയിൻ ചെയ്തവരുണ്ട്, കുറേ പേര് ഓൾറെഡി റീസെല്ലിംഗ് ചെയ്തിട്ട് ഒന്നും വേണ്ടാന്ന് വെച്ചിരിക്കണവർ തുടങ്ങിയവരുണ്ട്, അതല്ലാതെ ചെയ്തുകൊണ്ടിരിക്കണവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ട്, നമ്മളോട് വന്ന് ചോദിച്ചവരുണ്ട് സംശയങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം നല്ല കാര്യമാണ്. വളരെ കുറച്ച് വ്യൂസാണ് നമ്മളുടെ വീഡിയോസിനൊക്കെ കിട്ടുന്നുള്ളൂ, എങ്കിൽ പോലും എങ്ങനെയൊക്കെയോ ആളുകൾ എത്തുന്നുണ്ട്. അതാണ് ഒരു സന്തോഷമുള്ളൊരു കാര്യം. അപ്പോൾ അതിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറയുകയാണ്, ഒരാഴ്ചയൊക്കെ ഒരു ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ട് ഒരാഴ്ച ആകുമ്പോഴേക്ക് തന്നെ അവർക്കത് ഒരു ഇതൊന്നും ശരിയാവില്ല അങ്ങനെയുള്ളൊരു തോന്നലാണ്. ഞങ്ങൾക്ക് ഓർഡേഴ്സൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾ നിർത്തുകയാണ് ചേച്ചി, ഇത് ഞങ്ങൾക്ക് സെറ്റാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജസ് വന്നു. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത്, ഇതിപ്പോൾ ഞാനും ഇതേപോലെയൊക്കെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും ആരും ഓർഡേഴ്സൊന്നും തരില്ല. അതങ്ങനെ തന്നെയാണ്. ആദ്യം നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയും എന്താ പറയുക, കുറച്ച് അറിയുന്ന ആൾക്കാരും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ നമ്മളുടെ കൂട്ടുകെട്ടിൽ. പിന്നെ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണം പോകാൻ. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷേ അതിൽ അധികം ആരും ചെയ്യാറില്ല, കാരണം എൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വളരെ കുറച്ചെണ്ണയാണ് വൈറലായിട്ടുള്ളൂ, ബാക്കിയൊന്നും ആരും ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളിതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം, നമ്മൾ ഇങ്ങനൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിങ്ങളെല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നിങ്ങൾക്ക് ആ പരിചയമുള്ളവരെയും ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരെയൊക്കെ ഒന്ന് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളത് പതുക്കെ അതൊന്ന് എന്താ പറയുക ഡെവലപ്പ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തനിയെ ഓർഡേഴ്സ് വന്ന് തുടങ്ങും. അപ്പോൾ ആദ്യമേ ഇങ്ങനൊരു മടുപ്പൊന്നും നിങ്ങൾ ഉള്ളിൽ കരുതേണ്ട കാര്യമില്ല, എല്ലാം ശരിയാവും. ഓക്കെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിന് മുമ്പൊരു ചാനലുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ മോളൊക്കെ ആയപ്പോൾ ഇങ്ങനെ പേഴ്സണൽ അപ്ഡേഷന് വേണ്ടിയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. പക്ഷെ കുറേ വീഡിയോസ് അതിൽ വൈറലായി, കുറേ വീഡിയോസിന് റീച്ചും ഇല്ല, അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതിൽ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഇങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടും അങ്ങനെയൊന്നും അറിഞ്ഞിട്ട് തുടങ്ങിയൊരു ചാനലല്ലായിരുന്നു അത്. എനിക്കൊരു സെൽഫ് അപ്ഡേഷൻ ഇല്ല, വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഒരു സെൽഫ് അപ്ഡേഷന് വേണ്ടി തുടങ്ങിയൊരു ചാനലായിരുന്നു. എന്തെങ്കിലും നമുക്ക് നാളേക്ക് ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുടങ്ങിയൊരു ചാനലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇടയിൽ വെച്ചിട്ട് കുറച്ച് നാളൊന്നും ചെയ്യാനേ പറ്റിയില്ല വീഡിയോസൊന്നും. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്, ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ചെയ്യാനും പറ്റാതായപ്പോൾ അതങ്ങനെ നിന്ന് പോയതാണ്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ മുഖം കാണിച്ചിട്ട് ചെയ്യാനൊരു എന്താ പറയുക, അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു കാറ്റഗറിയാണ് ഞാനും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ വീഡിയോയുടെ മുന്നിൽ വന്ന് പ്രസൻറ്റ് ചെയ്യാത്ത അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പം അതിൻ്റെ ഒരു കാരണം കൂടിയാണത്. എനിക്കതും അത്ര അങ്ങോട്ട് താല്പര്യം അങ്ങനെ തോന്നിയിട്ടില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പം അതൊക്കെ കൊണ്ട് ഞാൻ ആ ചാനൽ പക്ഷെ നിർത്തിയില്ല, ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടുകയും ചെയ്തു. ഓക്കെ, മോണിറ്റൈസേഷൻ കിട്ടുക പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്ന പരിപാടിയാണ്, എല്ലാവർക്കും അറിയുണ്ടാവും. എന്നിട്ട് ആ ചാനൽ അത്ര അങ്ങോട്ട് സക്സസ്ഫുൾ അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വിട്ടിട്ടാണ്. പിന്നെ നമ്മൾ അതിലേക്ക് അങ്ങനെ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഒരു വീഡിയോ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തന്നെ ആവുമല്ലോ എന്തായാലും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു സംരംഭത്തെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യവും ചെയ്യാനായിട്ട്. ഓക്കെ, എന്നിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതെങ്കിലും സക്സസ്ഫുൾ ആവും, കാരണം മറ്റേ ചാനലിൻ്റെ എല്ലാ നെഗറ്റീവ്സൊക്കെ തിരുത്തിയിട്ട് ഈ ചാനൽ തുടങ്ങാം എന്നുള്ളൊരു ടെക്നിക്കൽ അറിവുകളെല്ലാം ഉണ്ട്. എന്നാൽ പോലും ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വളരെ കുറച്ച് വീഡിയോസാണ് വൈറലായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ ലക്കും കൂടി ഫാക്ടർ ഉണ്ടോയെന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട്. സോ നിങ്ങൾ നിർത്തരുത്, കണ്ടിന്യൂ ചെയ്യുക. എനിക്കിപ്പോൾ ഈ ചാനലിൽ വ്യൂസ് പലപ്പോഴും കുറവാണെങ്കിലും എനിക്ക് എന്തുകൊണ്ടോ ബിസിനസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ചാനലിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നടക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക, എന്തായാലും കിട്ടും.
പിന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ഇട്ടത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കുറച്ച് സാധനങ്ങൾ എടുത്ത ശേഷം നമുക്കൊന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചത് ഇങ്ങനെ മാനുഫാക്ചറെ കണ്ടെത്താൻ പറ്റണില്ല, അപ്പോൾ നിങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഒരു വീഡിയോ അതായത് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആയിരുന്നു അത്, ഒരു ഷോർട്ട് വീഡിയോ. അത് ലാക്സ് ഓഫ് വ്യൂസ് ഒക്കെ പോയതാണ്. അതായത് 1 മീറ്റർ മുതൽ നമ്മൾ ഹോൾസെയിൽ വിലയ്ക്ക് കൊടുക്കും. ടോട്ടൽ 10 മീറ്റർ എടുത്താൽ മതി അങ്ങനെ. അപ്പോൾ ഏതെങ്കിലും ഓരോ മീറ്റർ വീതം കട്ട് ചെയ്ത് വാങ്ങിച്ചാൽ കൂടി ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ അത് നല്ല കയറി ഹിറ്റായി, ഒരുപാട് പേര് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിരിക്കുമല്ലോ, ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരായിരിക്കും ഈ 10 മീറ്ററൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരിക. എന്നാലും ഞാനത് കൊടുത്തിരുന്നു. അപ്പോൾ ഒരു 6 മാസത്തിനാണ് ഞാനത് വെച്ചിരുന്നത്. പക്ഷേ കുറേ പേര് പിന്നെ റിക്വസ്റ്റ് ചെയ്തു, ചേച്ചി ഇത് ഹെൽപ്ഫുള്ളായിരുന്നു, വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല അങ്ങനെ 10 മീറ്റർ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതൊരു 1 ഇയർ നീട്ടിക്കൊണ്ടുപോയി. 1 ഇയർ കഴിഞ്ഞിട്ട് വന്ന ഓർഡേഴ്സിലാണ് ഞാൻ പിന്നെ ഇപ്പം അത് ഹോൾസെയിൽ കൊടുക്കുന്നില്ല എന്ന് പറയാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഞാനിപ്പോൾ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മാഗ്നിഫിക്കയുടെ വീഡിയോസ് എടുക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബേബിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സ്റ്റോറിൽ തന്നെ എപ്പോഴും നിൽക്കണം എന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ഹോസ്പിറ്റൽ കേസുകളും അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് കറക്റ്റ് സമയത്തിന് നിങ്ങൾക്കത് ഡിസ്പാച്ച് ചെയ്ത് തരാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ സ്റ്റോക്ക് ഞാൻ അധികം വെക്കുന്നില്ല. ഇപ്പോൾ കൂടുതലും റീസെല്ലിങ്ങും അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് കമ്പനിയിൽ നിന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്സും മാത്രമാണ് ഞാൻ ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ അപ്ഡേഷൻസ് കാണാത്തത്. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ ഇനി ഹോൾസെയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ബൾക്കായിട്ടൊക്കെ പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും അവിടെ ഉണ്ടാവില്ല, അതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറേ പേര് ഇത് ചോദിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഹോൾസെയിൽ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ റീറ്റെയിലും അതേപോലെ തന്നെ ബാക്കിയുള്ള ഞാൻ കമ്പനിയിൽ നിന്ന് എനിക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്സൊക്കെ ഞാൻ ഇതുപോലെ ബൾക്കായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാത്തതെല്ലാം നമ്മൾ റീറ്റെയിലിങ്ങും റീസെല്ലിങ്ങുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടി അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയെങ്കിലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമ്മളെപ്പോലെ പുറത്തിറങ്ങി ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. എന്നോട് ചോദിക്കുന്ന ആളുകൾക്കൊക്കെ എനിക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് അവർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ എല്ലാവർക്കും സക്സസ്ഫുൾ ആവാൻ കഴിയട്ടെ. താങ്ക് യു.